നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര GUP സ്കൂൾ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിൽ അനുവദിച്ച പേരാമ്പ്ര GUP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 3.5 കോടി അനുവദിക്കപ്പെട്ടിരുന്നു. കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ നിർവഹിച്ചു. പൂർണ്ണതയിലെത്തി എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നവകേരള സദസ്സ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചത്. കേരളത്തിലുടനീളം നടത്തിയ പര്യടന വേളയിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുക എന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ 7 ലക്ഷം രൂപയുടെ ഫണ്ടാണ് അനുവദിച്ചത്. 7 കോടി. അതിൽ 3.5 കോടി ഈ ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിന് മാറ്റിവെക്കുകയും 3.5 കോടി രൂപ പേരാമ്പ്രയിൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പരിഷ്കരണത്തിന് വേണ്ടി മാറ്റുകയുമാണ് ഉണ്ടായത്. അപ്പൊ ഈ 7 കോടി രൂപയും പേരാമ്പ്രയിൽ തന്നെയാണ് വിനിയോഗിക്കുന്നത്. കേരളത്തിൽ 2016 ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള പരിഷ്കരണ നടപടികളാണ് പശ്ചാത്തല സൗകര്യം പരമാവധി വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഗവൺമെന്റ് അധികാരമേൽക്കുമ്പോൾ 1000-ഓളം വിദ്യാലയങ്ങൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു, അനാദായകരം എന്ന പേരിൽപ്പെടുത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുമ്പോഴാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ആ സന്ദർഭത്തിൽ ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിച്ചു, ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് പറഞ്ഞ് വിദ്യാഭ്യാസ മേഖലയെ സമീപിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു വിദ്യാലയങ്ങളും അടച്ചുപൂട്ടുന്നില്ല. കോഴിക്കോട്ട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KK ഹനീഫ, വാർഡ് മെമ്പർ നാദിയ, AEO പ്രമോദ് KV, ഷാജിമ ടീച്ചർ, TP കുഞ്ഞനന്ദൻ, PT സുനിൽകുമാർ, ഷാഹി മാസ്റ്റർ, AK രാധാകൃഷ്ണൻ, ജുബിൻ ബാലകൃഷ്ണൻ, സഫ മജീദ്, ഗോപാലകൃഷ്ണൻ തണ്ടോറപ്പാറ, സുരേഷ് ബാബു കൈലാസ്, BM മുഹമ്മദ്, PC സജിദാസ്, KK അമ്പിളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് രജിത് SU സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ HM PP ആനന്ദൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.